ഉസ്താദിന്റെ ഡേറ്റുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട വലിയുദ്ദീൻ ഫൈസി ഉസ്താദിനെ ഇന്ന് വരെ ആർക്കും വേട്ടയാടാൻ കിട്ടിയിട്ടില്ല. ഒരു തെറ്റ് പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കിട്ടാതെ വരുമ്പോഴാണ് ഒരു ഡേറ്റുമായി നമ്മുടെ പ്രിയപ്പെട്ട ഒരു ആചാർ എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹത്തിന് എന്തോ അബദ്ധം സംഭവിച്ചു പോയതോ എന്ന് പോലും ഞങ്ങൾ ചിന്തിച്ചു പോവാണ്. ഏതായാലും സുദീർഘമായിട്ടൊന്നും അതിൽ ഒരു മറുപടി പറയേണ്ട ആവശ്യമില്ല എന്ന് സംഘാടകരായ ഞങ്ങൾക്കൊക്കെ അറിയാം. എന്നാലും സോഷ്യൽ മീഡിയയിൽ കയറി കളിക്കുന്നവർക്കൊരു ആയുധം കിട്ടിയ പോലെ സമസ്തയിൽ എന്തെങ്കിലും വിഷയമുണ്ടാകുമ്പോ ഒരു വടി കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടി തുടങ്ങലാണോ എന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്ന പോലെ ഒരു ചെറിയൊരായുധം കിട്ടിയപ്പോഴത്തേക്ക് അതിനം പിടിച്ച് കൊണ്ടാടുന്ന കുറച്ച് ആളുകളോട് വളരെ സഹതാപത്തോടെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്, വലിയുദ്ദീൻ ഫൈസി ഞാനും ഒന്നിച്ച് പഠിച്ച ആളായതുകൊണ്ട് എത്രയോ തവണ ഞാൻ വിളിച്ചു, ഉസ്താദെ ഒരു ഡേറ്റ് വേണം, ഉസ്താദെ ഒരു ഡേറ്റ് വേണം, എങ്ങനെയെങ്കിലും തരണം. ഞാൻ ഇച്ചിലങ്കോട് ഉസ്താദിനെ കൊണ്ടുവന്നിട്ടുണ്ട്, പച്ചമ്പളത്തേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഉസ്താദ് എനിക്ക് ഡേറ്റ് തന്നിട്ടില്ല. ഡേറ്റ് കൊടുക്കുന്നതും വാങ്ങുന്നതും എല്ലാം അത് ഉസ്താദിന്റെ ഖാദിമും ഉസ്താദിന്റെ ശിഷ്യനും കൂടിയായിട്ടുള്ള മുനവ്വർ യമാനി ഉസ്താദ് അവരുകളാണ്. അദ്ദേഹമാണ് കൺഫേം ഡേറ്റ് ലാസ്റ്റ് മൊമെന്റിൽ തരാറുള്ളത്. എത്ര ആളുകളാണ് ദിവസേന അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഡേറ്റിന് വേണ്ടിയിട്ട്, പക്ഷേ കൊടുക്കാറില്ല. പക്ഷെ അദ്ദേഹം ലാസ്റ്റ് കൺഫേം ആക്കിയിട്ട് കൊടുക്കുന്നുണ്ടോ എങ്കിൽ മാത്രമേ അത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാൻ തന്നെ അതിന് അനുഭവസ്ഥനാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തില് ഉസ്താദ് 2 മാസം മുമ്പ് പറയുന്നുണ്ട്, പുത്തൂരിലാണ് 4ാം വാർഷിക മഹാസമ്മേളനം, എല്ലാവരും പുത്തൂരിലേക്ക് വരണമെന്ന് 2 മാസം മുമ്പ് വിളിച്ചു പറയാൻ തുടങ്ങിയിട്ടും ഇത് വെറുതെ ഒരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാക്കിയതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ ആരും വെറുതെ തർക്കിച്ചിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. മാഷാ അല്ലാഹ്, നമ്മുടെ ഉസ്താദ് അവരുടെ ആത്മീയ മജ്ലിസ് അത് ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ